നമസ്കാരം. നമ്മുടെ നാട്ടിലിപ്പോൾ പവർ കട്ടുണ്ട്, കടുത്ത പവർ കട്ടുണ്ട്. അതിനൊരു സംശയവുമില്ല. അതിനെ ഇന്ദിരാ കട്ടെന്നോ രാജീവ് കട്ടെന്നോ എങ്ങനെ പരിഹസിച്ചാലും കുഴപ്പമില്ല. കഴിഞ്ഞ ഭരണക്കാരുടെ കയ്യിലിരിപ്പിന്റെ ഫലമായിട്ടാണ് ഇത്രയും കടുത്ത ഒരു പവർ കട്ടിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യമൊന്നും അറിയാത്ത ആളുകളല്ല മലയാളികൾ. ആ യാഥാർത്ഥ്യം അങ്ങനെ പകൽ പോലെ നിലനിൽക്കുമ്പോൾ തന്നെ ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പ് മാറാത്ത പഴയ രായാവ് ഇന്നലെ ഒരു പ്രസ്താവന നടത്തുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. ലോകത്തൊരാൾക്കും അനുഭവിക്കേണ്ടി വരാത്ത വിധി ഏൽക്കേണ്ടി വന്ന ഈ മനുഷ്യന്റെ സാക്ഷ്യം കേട്ട് ആരുടെയും ഹൃദയം പൊട്ടിത്തകരല്ലേ. വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. കേരളത്തിലെ മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ ഞാനിന് ഉള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും ഇവിടെ വിയർപ്പ് ഗ്രന്ഥി ഇല്ലല്ലോ. അതായത് എനിക്ക് പോലും 1.25 മണിക്കൂർ പവർ കട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് എക്സ് രായാവ് പറഞ്ഞതിൻ്റെ ധ്വനി. പണ്ട് മഞ്ജു വാര്യർ ഒരു സിനിമയിൽ ചോദിച്ച ഡയലോഗ് പോലെ ഈ ഞാൻ ആരാണെന്ന് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ ഞാൻ്റെ കൊണവതിയാരെ ഇവിടെ ഓർമ്മപ്പെടുത്തിയ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. അതിദരിദ്രരെ തുടച്ചു നീക്കിയിട്ടാണ് നിങ്ങൾ ഒടുക്കത്തെ ഇറക്കം ഇറങ്ങിപ്പോയതെങ്കിലും ഈ രാത്രിയിലെ പവർ കട്ടിന്റെ സമയത്ത് മെഴുകുതിരി വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ആളുകളും ഇവിടെ മിച്ചം ഉണ്ട്. പഴയ രായാവേ, നിങ്ങൾ പവർ കട്ടിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. മോൾക്ക് പുതിയ കമ്പനി തുടങ്ങാൻ സ്വന്തം പെൻഷനിൽ നിന്ന് കോടികൾ എടുത്ത് വീശിയ ഭാര്യ കൂടെ ഉണ്ടായിട്ട് ഒരു ഇൻവെർട്ടർ ഇതുവരെ വാങ്ങിക്കാൻ തരപ്പെട്ടില്ലേ പഴയ രായാവേ? അതും വേണ്ട, ഒരു എമർജൻസി ലൈറ്റ് പോലും വീട്ടിലില്ലെന്നാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇനി പവർ കട്ടിന്റെ കാര്യത്തിലേക്ക് വരാം. കേരളത്തെ ഇരുട്ടിലാക്കിയത് ഇപ്പൊ വന്ന സർക്കാരാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ മിസ്റ്റർ? ഉമ്മൻചാണ്ടി 25 വർഷത്തേക്കുണ്ടാക്കിയ വില കുറഞ്ഞ വൈദ്യുതി കരാർ മാറ്റി പുതിയത് വലിയ വിലയ്ക്ക് വാങ്ങി അതിന്റെ കമ്മീഷനും അടിച്ചെടുത്തു. ഇപ്പോൾ ഒരു പുതിയ സർക്കാർ വന്നു. അവർക്കൊരു പുതിയ കരാർ ഉണ്ടാക്കാൻ സമയമെടുക്കുമെന്ന് അറിയാത്തവരാണോ നിങ്ങൾ? കേരളത്തോടുള്ള സ്നേഹം അത്രത്തോളം ഒലിച്ചു കിടന്ന ഭരണാധികാരി ആയിരുന്നു താങ്കളെങ്കിൽ അതുവരെയുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടിയിരുന്നത് നിങ്ങളല്ലേ? പുതിയ സർക്കാരിന് ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കാര്യപ്രാപ്തി ഉണ്ടെന്ന് ഇപ്പോഴും പൊതുജനം വിശ്വസിക്കുന്നുണ്ട്. അവരത് നിർവഹിച്ചുകൊള്ളും. ചെയ്യാവുന്ന മെനകേടെല്ലാം നാടിനോട് ചെയ്തു വെച്ച് ഇറങ്ങിപ്പോയിട്ട് പുതിയ സർക്കാർ കയറിയ ഈ 2 മാസം കൊണ്ടാണ് കേരളത്തിലെ പ്രശ്നങ്ങളൊക്കെ പൊട്ടി വീണത് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമമുണ്ടല്ലോ, അത് കാണുമ്പോൾ നിങ്ങളോടുള്ള വെറുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പിന്നെ ഈ പവർ കട്ട് താങ്കളെ ബാധിക്കുന്ന കാര്യത്തിലേക്ക് വന്നാൽ 2ഓ 4ഓ ഒക്കെ ചങ്കും കൊണ്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇരുട്ടൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. എന്താ പഴയ രായാവിന് പേടിയുണ്ടോ ഇപ്പോൾ ഇരുട്ടിനെ? അത് മാത്രമല്ല, വൈദ്യുതി പോയിട്ട് 3 നേരം കൃത്യമായിട്ട് ആഹാരം കഴിക്കാനുള്ള വക പോലും ഇല്ലാതിരുന്ന ഒരു പഴയ വിജയന്റെ കഥയൊക്കെ പണ്ട് നാട് ഭരിച്ചിരുന്ന കാലത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒരു ഒറോട്ടിയുടെ കഷ്ണവും 1 ഗ്ലാസ് വെള്ളവും കൊണ്ട് ഒരു ദിവസം കഴിച്ചു കൂട്ടിയ ആ കഥ. അങ്ങനെ എത്ര കഥകൾ, എന്തെല്ലാം. പണ്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ 24 മണിക്കൂർ AC ഇല്ലാതെ പറ്റൂല്ല എന്ന്. അപ്പൊ പറഞ്ഞു വന്നതിലേക്ക് വരാം. പവർ കട്ട് മാത്രമല്ലെന്നേ, ജനങ്ങളെ വലിയ തോതിൽ ബാധിച്ച വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം വീട്ടിൽ പോകാത്തതുകൊണ്ട് അറിയാതിരുന്നതാ. ഇനി മനുഷ്യരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് അറിഞ്ഞോളും. അതൊക്കെ സ്വാഭാവികം. വൈദ്യുതിയുടെ കാര്യം മാത്രമല്ലല്ലോ, ഇങ്ങനെ പലതും ചെയ്തു വെച്ചിട്ടല്ലേ ഇറങ്ങിപ്പോയത്. ഇനി എന്തൊക്കെയാണ് വരുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അതല്ലെന്ന് അരിയും തിന്ന് ആളുകളെയും കടിച്ചിട്ടും പിന്നെ പട്ടിക്കാ മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് വീണ്ടും ഇരുന്നുകൊണ്ട് തള്ളുക. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽപ്പെട്ട മുതലാളിയാണ് ഈ ഇരുന്ന് തള്ളുന്നത് എന്ന ഓർമ്മ വേണം. മണ്ണെണ്ണ വിളക്കും ചിമ്മിനി വിളക്കും മെഴുകുതിരിയും പന്തവും ഒക്കെ കത്തിച്ച് വെളിച്ചം കണ്ട് ശീലിച്ച തലമുറയിൽപ്പെട്ട ഒരാള് 1.25 മണിക്കൂർ ഇരുട്ടിൽ കഴിയേണ്ടി വന്നതിനെ പറ്റി പരിതപിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകം കൂടിയുണ്ട് സർ. കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. ക്ലിഫ് ഹൗസിലെ പശുവിന് പാട്ട് കേൾക്കാൻ മ്യൂസിക് സിസ്റ്റവും തണുപ്പിക്കാൻ തൊഴുത്തിൽ AC-യും ഏർപ്പാട് ചെയ്ത് നീന്താത്ത നീന്തൽ കുളത്തിൽ ലക്ഷങ്ങൾ കൊണ്ട് മുക്കി സ്റ്റെപ്പ് കയറാൻ മേലാഞ്ഞിട്ട് ബസ്സിൽ മാത്രമല്ല വീട്ടിലും ലിഫ്റ്റ് വെച്ച് പ്രതിപക്ഷ നേതാവായപ്പോൾ താമസിക്കാൻ ലക്ഷങ്ങൾ മുടക്കി ആഡംബര വാടക വീടെടുത്ത് എന്നിട്ട് ഒരു ഇൻവെർട്ടർ, ഒരു സോളാർ സിസ്റ്റം, ഒരു എമർജൻസി ലൈറ്റ് പോലും സ്വന്തമായിട്ട് സമ്പാദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അത് വിശ്വസിച്ചു കേട്ടോ. എന്നാലും പോക്കറ്റ് വികസന കോർപ്പറേഷനിൽ നിന്ന് ഒരു ഇൻവെർട്ടറിനുള്ള കാശൊക്കെ മാറ്റി വെക്കാമായിരുന്നു കേട്ടോ. ഇനി മേല ഞങ്ങളുടെ ഒന്നും നെഞ്ചിൽ തട്ടുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ ഇറക്കല്ലേ. മതി, പൊക്കോ.
ഞാൻ